അപ്പം ഈ റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. ബട്ട് ചെറിയ കുറച്ച് മിസ്റ്റേക്സ് ചെയ്താൽ പോലും അതിനകത്ത് നിന്ന് നമ്മുടെ കയ്യിലുള്ള പൈസയും കൂടെ നഷ്ടപ്പെടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 18-20 വർഷമായിട്ട് ഡേറ്റ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ എഞ്ചിനീയറിംഗ്, ബിസിനസ് ഇന്റലിജൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റയുടെ ഒരു പാറ്റേൺ കാണാനും അത് ചെക്ക് ചെയ്യാനും അതിൻ്റെ ഒരു ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിനുള്ള എക്സ്പീരിയൻസും എനിക്കുണ്ട്. അപ്പം ആ ഒരു ഇതും പിന്നെ റിയൽ എസ്റ്റേറ്റിനോടൊരു ഒരു ആ ഇൻഡസ്ട്രിയോടൊരു പാഷൻ ഉണ്ട് എനിക്ക്. അപ്പം അതിനകത്തെ കണക്കുകളും ഡേറ്റയും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനും ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിലോട്ട് കടന്നു വരുന്നത്. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു, ഞാൻ എൻ്റെ ഗ്രോത്ത് കണ്ടു, ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഒരു ബിസിനസ് ആയിട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. നല്ല രീതിയിൽ നമുക്ക് പൈസ ഉണ്ടാക്കാനും അതേസമയം തന്നെ പൈസ പോകാനും ഏറ്റവും പോസിബിലിറ്റി ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി ഡിസിഷൻ വി നീഡ് ടു ബി വെരി കെയർഫുൾ. ഇത് മെയിനായിട്ട് ആൾക്കാർക്ക് മിസ്റ്റേക്ക് പറ്റുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റോങ് സബർബ് യൂസ് ചെയ്യുക, വീക്ക് സ്ട്രീറ്റ് യൂസ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള സോണിങ്, ഫ്ലഡ് സോൺ ആണോ ബുഷ് ഫയർ ആണോ ഇതൊന്നും അറിയാതെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഹൗസിംഗ് കമ്മീഷൻ ക്ലസ്റ്റേഴ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഇതാണെന്ന് നമുക്ക് പുറമേ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്. നമ്മൾ സെല് ചെയ്യാൻ നേരത്താണ് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഗ്രോത്ത് കുറയുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് വളരെ ഈസിയാണ് പ്രോപ്പർട്ടി പർച്ചേസിൽ മിസ്റ്റേക്സ് സംഭവിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നമ്മൾ ഇതിനൊരു ഓപ്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഇമോഷണൽ ബൈ ആണ് പല സമയത്ത് നടത്തുന്നത്. നമ്മുടെ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് റെസിഡൻസോ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എന്തോ ആയിക്കോട്ടെ, അതിനകത്തൊരു ഇമോഷണൽ പർച്ചേസ് എന്നുള്ളൊരു കാറ്റഗറിയിലൂടെ നമ്മുടെ പർച്ചേസ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓവർ പേ ചെയ്ത് ആ പ്രോപ്പർട്ടി വാങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൺസ് നമ്മളൊരു ഓവർ പേ ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് നിന്നൊരു നോർമൽ ഒരു റേഞ്ചിലോട്ട് അത് വരാനായിട്ട് നമുക്ക് കുറച്ചധികം വർഷങ്ങൾ തന്നെ എടുക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഞാൻ ഈ ഒരു പ്രോപ്പർട്ടി പർച്ചേസിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പ്യൂർലി ഒരു ഡേറ്റ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അതിനകത്ത് വേക്കൻസി പീരീഡ് എത്രയാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ റേഷ്യോ എത്രയാണ്, അവിടുത്തെ അഫോർഡബിലിറ്റി എത്രയാണ്, അവിടുത്തെ ബിൽഡിംഗ് അപ്രൂവൽസ് എങ്ങനെയാണ്, അവിടുത്തെ ജോബ് മാർക്കറ്റ്സ് എങ്ങനെ വരും, ജോബിൽ എത്ര ആൾക്കാർ അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, എത്ര ആൾക്കാർ അവിടെ മൂവ് ഔട്ട് ചെയ്യുന്നു, അങ്ങനെ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ്, ഇതിൻ്റെയൊക്കെ ഒരു പെർസെൻറ്റേജും ഇതിൻ്റെയൊക്കെ ഒരു അനാലിസിസ് ഉണ്ട്, അതിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് ഞാനൊരു പ്രോപ്പർട്ടി പർച്ചേസിനെ കാണുന്നത്. അതായത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്, അത് കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി പർച്ചേസിന് നമ്മൾ കടക്കാൻ പാടുള്ളൂ. അപ്പം ഞാനൊരു ബയേഴ്സ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോങ് ഡിസിഷൻ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ. അവിടെ ഞാൻ നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഡിസിഷൻ റൈറ്റ് ആണോ റോങ് ആണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നല്ലൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പ്രോപ്പർട്ടിനെ പറ്റി ലൊക്കേഷനെ പറ്റി നമുക്കൊരു ഫീഡ്ബാക്ക്, ഒരു ഔട്ട്പുട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരാനും ഇവിടെ ഒരു നല്ല രീതിയിൽ എനിക്കത് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുന്നത്. എൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയോടുള്ള ഒരു പാഷനും ഡേറ്റയോടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അതെങ്ങനെയാണ് അനലൈസ് ചെയ്യാന്നുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ മാത്രമാണ്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്താണ് ഞാൻ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് മാത്രം പോരാ, അതിനകത്ത് നമ്പേഴ്സ് കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ ഡിസിഷൻസ് ശരിയായിരിക്കണം, എല്ലാ ഫാക്ടേഴ്സും കറക്റ്റായി വന്നാൽ മാത്രമേ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് എല്ലാം ചെയ്തിട്ട് വേണം പ്രോപ്പർട്ടി വാങ്ങാനായിട്ട്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ടേക്ക് കെയർ. ബൈ ബൈ.